നമ്മളിപ്പോൾ ഒരു ആഘോഷ ചടങ്ങിലേക്കാണ് ഇ കെ നയനാരുടെ ഭാര്യ അല്ലെ ശാരദ ടീച്ചറിന്റെ നവതി ആഘോഷം. സുരേഷ് ഗോപി അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. നമസ്കാരം. കൃഷ്ണകുമാറിലൂടെ ദീർഘനേരം അച്ഛനെയും അമ്മയെയും കുറിച്ച് സംസാരിച്ചത് വളരെ ഹ്രസ്വമായാണ് എനിക്ക് തോന്നുന്നു. എന്നെ പോലെ തന്നെ എല്ലാവർക്കും തോന്നി. പറഞ്ഞാൽ ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും ചരിത്രമാണ് അമ്മയെന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച്. ഇവിടെ പറഞ്ഞ ശാരദാമ്മയെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ആഗോള മാതാവിനെ കുറിച്ച് പറഞ്ഞതിന് തുല്യമാണ്. എല്ലാ അമ്മമാരും അങ്ങനെ. എൻ്റെ മക്കളുടെ അമ്മയായ രാധിക പോലും അങ്ങനെ തന്നെയാണ്. എൻ്റെ അച്ഛനെയാണ് എനിക്ക് ഏറ്റവും അധികം പരിചയമുള്ള ഒരച്ഛൻ. ആ അച്ഛൻ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു അപ്പൂപ്പൻ അച്ഛനാണ് സഖാവ് നായനാരെന്ന് നേരത്തെ അറിയാവുന്നതാണ്. അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തിയപ്പോൾ ഒരമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശാരദാമ്മയെ സംബന്ധിച്ച് ഒരുപാട് പേരുടെ സ്വന്തമല്ലാത്ത ബന്ധവുമല്ലാത്ത ഒരുപാട് പേര്, ഒരുപാട് മക്കൾക്ക് അമ്മയായി ഈ അമ്മ വർദ്ധിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെ. ഇപ്പം ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ ഒരു മന്ത്രിയായിട്ടോ ഒരു സിനിമാ നടനായിട്ടോ ഒന്നുമല്ല. ഇതുപോലെ കല്യാശ്ശേരിയിലെ വീട്ടിലെത്തിയാൽ ഒന്ന് വാരി പുണർന്ന് അനുഗ്രഹം വാങ്ങി അതിനുശേഷം ഇങ്ങനെ ഒന്ന് തൊട്ടുരുമി നിൽക്കുന്ന ഈ വേദിയിൽ ഒരുപക്ഷെ അമ്മയുടെ മൂത്ത സന്താനത്തിൻ്റെ സ്ഥാനമാണ് ഞാൻ ഇങ്ങെടുത്തിരിക്കുന്നത് എന്നാണ് അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും. ഈ അമ്മയെ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറയാതെ എടുത്ത ഒരു മകനാണ് ഞാൻ. അത് കൃഷ്ണകുമാറിൻ്റെ സഹോദരങ്ങളുമെല്ലാം അംഗീകരിച്ച കാര്യവുമാണ്. അതെനിക്ക് രാഷ്ട്രീയമുണ്ടാകുന്ന കാലഘട്ടത്തിനൊക്കെ മുമ്പേ 92 മുതലാണ് സഖാവുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നു, സഖാവ് ഉണ്ണികൃഷ്ണൻ പേര് വിളിച്ച് അല്ലേ വെറ്റില വെച്ച് പേര് വിളിച്ചായിരുന്നു. പാലക്കാട്. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം KHRWSന്റെ പേവാർഡിൽ അവിടെ തിരുവനന്തപുരത്ത് അതിതീവ്രമായ ചുമ ബാധിച്ച് കിടക്കുന്ന സമയത്ത് ലീഡർ പറഞ്ഞറിഞ്ഞാണ് ഞാൻ അവിടെ എത്തുന്നത്. എത്തിയപ്പോൾ അന്ന് അമ്മയുണ്ട് അടുത്ത്. അദ്ദേഹം ജയിൽവാസ കാലത്ത് എങ്ങനെയാണ് മഹാഭാരതം വായിച്ചത്, യുദ്ധത്തിലെ ചതിയും ചതിക്കുഴിയും അതിൻ്റെ അവലോകനമെല്ലാം കുറേ നേരം എടുത്ത് സംസാരിക്കും, ചുമയ്ക്കും. അപ്പോൾ അമ്മ പറയും, ഇനി അധികം വർത്താനം പറയണ്ട, സുരേഷ് വർത്താനം പറഞ്ഞോട്ടെ, വർത്താനം പറയാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാദോരാതെ പറഞ്ഞ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൃഷ്ണനെ ഒരുപാട് കളിയാക്കി സംസാരിച്ചിട്ടുണ്ട്. തൻ്റെ കൃഷ്ണൻ ഉണ്ടല്ലോ, ഓനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ. ആ കൗരവന്മാർക്കെല്ലാം ഇട്ട് പണി കൊടുത്ത ഒരു പെരും കള്ളനാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങ് സഖാവ് കൃഷ്ണകുമാറിൻ്റെ കുഞ്ഞിന് അരയിൽ നൂല് കെട്ടിക്കൊടുക്കുന്ന ചടങ്ങിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടല്ലോ, വിനോദിൻ്റെ. എനിക്കന്ന് തെറ്റിയതാ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് കണ്ണു നിറഞ്ഞ സഖാവിനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ആരുടെയും മുന്നിൽ കണ്ണു നിറയുന്ന ആളല്ല അല്ലേ. നല്ല കരുത്തൻ. ഈ അനിയത്തിനെ കുറിച്ച് പറയില്ല.
അന്നേരം പറഞ്ഞത് ശാരദയോട് ചോദിച്ചാൽ മതി. ഭയങ്കര വലിയൊരു രാഷ്ട്രീയക്കാരൻ്റെ മനസ്സാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ സഖാവിന് ആ അനിയത്തിൻ്റെ മരണം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് ഒളിവിൽ കഴിയുന്ന സമയത്താണ് അഞ്ചത്തിൻ്റെ കല്യാണം കഴിയുന്നതും മരിക്കുന്നതും എല്ലാം അത് അറിയുന്നത് എത്രയോ കഴിഞ്ഞ ശേഷം. അപ്പം ആ ഒരു മനസ്സിൽ എപ്പോഴും ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് വരെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു രാഷ്ട്രീയത്തിന് അതീതമാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് സുരേഷ് ഗോപി നിൽക്കുന്നത് രാഷ്ട്രീയം നിങ്ങൾ അതിൽ കാണാനേ പാടില്ല. ഞങ്ങൾ സ്നേഹം അതാണ്. ശരിയാണ് ശാരദാമ്മ പറയുന്ന പോലെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഒക്കെ അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. മറുഭാഗത്ത് മനുഷ്യന്റെ സ്നേഹം, സൗഹൃദം, ആത്മബന്ധം അതാണ് ഏറ്റവും വലുത്. അതിന്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ്. തീർച്ചയായിട്ടും ഇതിനു മുൻപ് നമ്മളിത് കേട്ടതാണല്ലേ ഈ വാക്കുകൾ. കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷവും സുരേഷ് ഗോപി ആ കുടുംബത്തെ ശാരദ ടീച്ചറിനെ സന്ദർശിച്ചപ്പോഴും അത് കേട്ടതാണ്. വീണ്ടും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ